ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒഫീഷ്യലായിട്ട് അതിന്റെ കാര്യങ്ങളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വെക്കേണ്ടത്, എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കയ്യിൽ കരുതേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കീമിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഫാർമസി ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, കൂടുതൽ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് എവിടെയായിരുന്നു ആവശ്യം? കീം ആപ്ലിക്കേഷൻ കൊടുക്കാൻ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഹോൾ ടിക്കറ്റും ID പ്രൂഫുമായിട്ട് നിങ്ങൾ എക്സാം ഹോളുകളിലേക്ക് കടന്നു ചെന്നു. ഇപ്പോഴിതാ റാങ്ക് ലിസ്റ്റ് വന്നു. അതിനുശേഷം എന്താണ്, ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയമാണ്. സത്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡോക്യുമെന്റ്സും ഫിസിക്കലി ഹാജരാക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒന്നുകിൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ആണ് ഓപ്ഷൻ രജിസ്ട്രേഷന് കൊടുക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും പേയ്മെന്റും പിന്നെ OTPയും അല്ലാതെ ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷൻ ഒന്നും ഈ ഒരു ഘട്ടത്തിലില്ല. ഇവിടെ നിങ്ങൾ കോളേജുകൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് ഓപ്ഷനുകളാക്കി വെച്ച് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു കടമ മാത്രമാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സമയത്തിൽ പല വിദ്യാർത്ഥികൾക്കും മിസ്സായി പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഡോക്യുമെന്റ്സിനെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. പക്ഷെ അങ്ങനെയല്ല. വളരെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സിന്റെ കോപ്പി ആൻഡ് ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ സൂക്ഷിച്ചു വെക്കണം. കാരണം സമയമില്ല. ജൂലൈ ഒരു 3rd വീക്കിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ക്ലെയിം ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള റിസർവേഷൻ, മാർക്ക് ഡീറ്റെയിൽസ്, ഇതിലെല്ലാം എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ട് എങ്കിൽ, അത് വെരിഫൈ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷനെ തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്? സംഭവം സിമ്പിൾ ആണ്. നിങ്ങളുടെ കീം ആപ്ലിക്കേഷന് നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് വെച്ചിട്ടുണ്ടോ അതെല്ലാം ഒറിജിനലും കോപ്പിയും നിങ്ങൾ കയ്യിൽ കരുതണം. പ്രധാനമായിട്ടും എന്താണ്, SSLC, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ, പിന്നെ നിങ്ങളുടെ ഇൻകം തെളിയിക്കുന്ന വാലിഡിറ്റി ഉള്ള വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലെയർ പോലുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും കോട്ട ആ രീതിയിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ NSS, NCC ഉൾപ്പെടെയുള്ള ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, മറ്റു കഴിഞ്ഞ സ്കൂളിൽ നിന്ന് കിട്ടിയ TC, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ SC ST കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ചില കുട്ടികൾക്കാണെങ്കിൽ ഗ്യാപ് സർട്ടിഫിക്കറ്റ്. അത് എല്ലാ കോളേജുകാരും മാൻഡേറ്ററി ആക്കി വെക്കുന്ന ഒരു കാര്യമല്ല. അത് പോരാഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന കീമിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ഡിസബിലിറ്റി ആ രീതിയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ട് എങ്കിൽ അത് തെളിയിക്കുന്ന, അതുപോലെ ഗ്രേസ് മാർക്ക്, അതുപോലെ +2 സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അതിന്റെ കോപ്പി, അല്ല എങ്കിൽ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള, നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ള എല്ലാത്തിനെയും സാധൂകരിക്കുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കോളേജിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. അത് വെച്ചിട്ടാണ് ഫീസ് ഇളവായിക്കോട്ടെ, മറ്റ് റിസർവേഷനുകളുടെ വെരിഫിക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കയ്യിൽ ഇപ്പോൾ തന്നെ കരുതി വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തോ. All the best.